ചേട്ടൻ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ചേട്ടൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നിർത്തിയിട്ട് അയാൾ നല്ല രീതിയിൽ പോകുന്നു, ആ ഗുഡ് എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? ഇവരെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ സോഴ്സ് കിട്ടും, ഉണ്ട. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വൈബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ടായിരുന്നു മൊബൈലിൽ. ഞാൻ ആദ്യം ചെയ്ത് ഈ നമ്പറുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്യുക. ഇതിന്റെ എന്താണ് കേട്ടോ ഇതിന്റെ ഒരു റിയാക്ഷൻ എന്താണ്? റിയാക്ഷൻ എന്താണ്? ഒന്നുമില്ല, മന്ദിപ്പായിട്ട് അവിടെ ഇരിക്കും. എനർജി കിട്ടണമെങ്കിൽ മറ്റേ സാധനം വേണം, MDMA. അതാണെങ്കിൽ 2 ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എനർജി വരും. MDMA യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു ചുമയും ഒരു കുഞ്ഞൊരു കിക്കും ഒക്കെ കിട്ടുമല്ലോ. പിന്നെ അത് എന്താണ് യൂസ്ഡ് ആവും. ആ കിക്ക് ഒരിക്കലും കിട്ടില്ല പിന്നീട്. എല്ലാ സാധനവും ആദ്യം ഉപയോഗിക്കുന്ന ആ ഒരു കിക്ക് പിന്നീട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. ഷൈൻ ടോം ചാക്കോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. ഈ പറയുന്ന ആക്റ്റീവും ഇതൊക്കെ ഇതിന്റെ പുറത്താണെങ്കിൽ തന്നെ അത് എത്ര നാളത്തേക്ക്? ഇതില്ലാത്ത സമയത്ത് നമ്മൾ നിർഗുണനായി പോവും. എല്ലാത്തിൽ നിന്നും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. എത്ര നാളെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? വേടന്റെ കാര്യം തന്നെ, അവൻ എന്ത് തെറ്റ് ചെയ്തു എന്നുള്ളത് അവന് പോലും അറിയത്തില്ല. വേടനും ആയാലും നമ്മുടെ സെലിബ്രിറ്റീസ് ആരായാലും ഇവരൊക്കെ സമൂഹത്തിന് മാതൃകയായിട്ട് കാണിക്കേണ്ട ആൾക്കാർ. 9 പേര് വന്നതിനകത്ത് വേടം മാത്രമേ ഫേസ് കാണിച്ചിട്ടുള്ളൂ, ബാക്കി 8 പേരെ ഫേസ് കാണിച്ചിട്ടില്ല. അതാ പറയുന്നത്. ഇവിടെ സംഭവിക്കുന്നത് ഒരു നീതിയല്ല, എല്ലാവർക്കും പലർക്ക് പല നീതി. പണ്ട് ഒരു കൊക്കൈൻ കേസ് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? അമ്മയ വന്നതിന് ശേഷം ചേട്ടന് ഒത്തിരി മാറ്റങ്ങൾ. ചേട്ടൻ്റെ ഞാൻ തോന്നുന്നു ചേട്ടൻ്റെ സ്റ്റോറീസ് ഞാൻ കാണുമ്പോൾ തന്നെ യു സോ ഹാപ്പി. വളരെ 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 ഹാപ്പി ആയിട്ടാണ്. നമ്മള് ഡൗൺ ആയി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. നമ്മൾ സന്തോഷത്തോടെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കമന്റ് വരും, ഇങ്ങനെയൊക്കെ പാടുണ്ടോ? അപ്പോഴും കമന്റ് വരും, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, വേറെ പെണ്ണ് നോക്കിക്കൂടെ? അതെ, ഇതുകൊണ്ടാണ് അവർ വിട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. എന്നിട്ടും അവള് കേൾക്കുന്നുണ്ട്, പിന്നെ ഇവള് കാരണമാണ് അവിടെ ഇട്ടിട്ട് പോയതെന്ന്. ആറാട്ടണ്ണൻ, മറ്റേ ഇവൻ പെരേര എന്നൊക്കെ പറഞ്ഞു ഇവരെയൊക്കെ കാണുന്നുണ്ട്. നമ്മൾ ഇവരുടെ മണ്ടത്തരങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്നല്ലാതെ അവരെടുക്കെ പോയിട്ട് നീ എന്ത് ഉണ്ടാക്കാണടാ അല്ലെങ്കിൽ മറ്റേ തെറിവാക്ക്. ഇവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ ആ കമന്റ് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ തന്നെ കമന്റ് ഇടൽ നിർത്തും. എല്ലാരും ചിന്തിക്കില്ല. അത് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഹോബിയായി മാറിയിരിക്കുക. ഇവർക്ക് വേണ്ടത് നമ്മളെ റിപ്ലൈ ആണ് വേണ്ടത്, അവർക്ക് അതാണ് വേണ്ടത്. കൊടുക്കരുത്. അവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അത് നമ്മൾ കൊടുക്കാതിരിക്കുക. നമ്മളെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇവരല്ലല്ലോ നമുക്ക് ചെലവിന്, അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഹായ്, ഹലോ, നമസ്കാരം. ബ്രേക്ക് ത്രൂവിലെ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം വിശേഷങ്ങൾ പങ്കിടുന്നത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്, എൻ്റെ ജ്യേഷ്ഠ തുല്യൻ എന്നൊക്കെ പറയാം. കാരണം ഞങ്ങൾ കുറേ അധികം വർഷത്തെ ഒരു പരിചയമുണ്ട്. പക്ഷേ ഇദ്ദേഹം ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ കുറേ കോൺട്രവേഴ്സീസ് കൊണ്ടുവന്നിട്ടുള്ള ആളാണ്, കുറേ വിപ്ലവങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കുറേ ടാഗ് ലൈൻസ് കൊണ്ടുവന്ന ഒരാളാണ്. അതൊക്കെ എന്താണെന്നുള്ളത് നമുക്കറിയാം. നമുക്ക് സ്വാഗതം ചെയ്യാം. ജിഷി ചേട്ടാ, നമസ്കാരം. നമസ്കാരം. ഈ കോൺട്രവേഴ്സി എന്ന് പറയുന്നത് പഴയതൊന്നുമല്ല കേട്ടോ, ഇപ്പൊ കുറച്ച് അടുക്കെ കുറെ കാര്യങ്ങൾ വന്നു. അതിനോടനുബന്ധിച്ച് ഇപ്പൊ കുറെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് പിന്നെ സംസാരിക്കാം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം, നല്ലതായിട്ട് പോകുന്നു. പിന്നെ എന്താ പറയാ, ദൈവത്തിന്റെ സഹായത്തിൽ ഇങ്ങനെ വർക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിട്ട് തന്നെ പോകുന്നുണ്ട്. എനിക്കൊന്നിപ്പം കന്യാദാനം ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു 1000 എബോ ആയിട്ടുണ്ട്. 1000 എബോ ആയി. 1300 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തം കഴിഞ്ഞു. 1300 എപ്പിസോഡ് കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഒരു തമിഴിൽ നിന്ന് ഉള്ള ഒരു സീരിയലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഒരു തമിഴിലുള്ള കഥ കഴിഞ്ഞിട്ട് ഇപ്പം നമ്മുടെ റൈറ്റർ പ്രത്യേകം ശശീന്ദ്രൻ വടകരയാണ്. അദ്ദേഹം ഈ പറയുന്ന ഇത്രയും കഥാപാത്രങ്ങളുള്ള ഒരു സീരിയൽ വേറെ ഇല്ലാതായിരിക്കും. ഇത്രയും കുടുംബങ്ങളുള്ള 5 പെൺമക്കളും അവരുടെ ഭർത്താക്കന്മാരുടെ കുടുംബവും അവരുടെ അനുബന്ധമായിട്ടുള്ള കുടുംബവും അങ്ങനെ കുറെ കുടുംബങ്ങളുള്ള കഥയായതുകൊണ്ട് തന്നെ ഇദ്ദേഹം എങ്ങനെയാണ് ഇത് എഴുതുന്നത് എനിക്ക് മനസ്സിലാവില്ല. എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ക്യാരക്ടർ പിടിച്ച് എഴുതണ്ടേ. അയ്യോ, സമ്മതിക്കണം, ആ മനുഷ്യരെ സമ്മതിക്കണം. അത് കണ്ടിന്യൂ ആയിട്ട് അവരുടെ ഓരോരുത്തരുടെയും മാനറിസങ്ങളും പിടിച്ച് ഓരോരുത്തരുടെ സ്വഭാവങ്ങളും പിടിച്ച് ഇങ്ങനെ പോകുന്ന ഒരു സീരിയലായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 1300 കഴിഞ്ഞ് 2000 കഴിഞ്ഞ് ഒരു റെക്കോർഡിലേക്ക് എത്തട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനിപ്പോ എനിക്കൊന്ന് 3ാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ ഈ ലൊക്കേഷൻ തന്നെ ഓരോ വർഷവും വരാറുണ്ടെന്നുള്ളതാണ്. അപ്പോഴെല്ലാം നല്ല കാര്യങ്ങളാണ് കേൾക്കുന്നത്. ജിഷി ചേട്ടൻ പറയുന്ന പോലെ തന്നെ 1300 എപ്പിസോഡൊന്നും ചെറിയൊരു കാര്യമല്ല. ഒരു കഥാകൃത്ത് എഴുതുമ്പോ എന്തുമാത്രം എഫോർട്ട് എടുത്ത് എഴുതണം, ആ കഥ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. കഥ കറക്റ്റായിട്ട് കൊണ്ടുപോകണം. ഇത്രയും ആർട്ടിസ്റ്റുകളെ എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകൾ പൊതുവെ അറിയാലോ, ഈഗോയിസ്റ്റുകളായിട്ടുള്ള ആർട്ടിസ്റ്റുകളാണ്. അപ്പൊ ഇത്രയും ഈഗോയിസ്റ്റുകളായിട്ടുള്ള ആർട്ടിസ്റ്റ് ഞാൻ പറഞ്ഞത് ഇവിടെ എല്ലാവരും എന്നല്ല ഞാൻ പറഞ്ഞത്, ഇത്രയും ആർട്ടിസ്റ്റുകളെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന കാളിദാസ കലാകേന്ദ്രയുടെ ആ ഒരു ഇതുണ്ടല്ലോ, എന്താ പറയാ, അവരുടെ ആ ഒരു
എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇത്രയും നാടകങ്ങളും ഒക്കെ ചെയ്തിട്ടുള്ള സന്ധ്യ ചേച്ചിയും രാജേന്ദ്രൻ ചേട്ടനും ദിവ്യദർശനൊക്കെ ആയാലും അവരുടെ ആ ഒരു പ്രൊഡക്ഷൻ സൈഡിലുള്ള അവരുടെ ഒരു എക്സ്പീരിയൻസ് അവർ കൊണ്ടുപോകുന്നത് വെച്ചാൽ എല്ലാ ലൊക്കേഷനിലും ഉണ്ടാകുന്ന പോലെ ചെറിയ ചെറിയ വഴക്കുകളും പടക്കങ്ങളും ചെറിയ പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അവരെയൊക്കെ ഒന്നിച്ച് സമന്വയിപ്പിച്ചിട്ട് ഈ സന്ധ്യ ചേച്ചി കൊണ്ടുപോകുന്ന അവരുടെ ഒരു മെത്തേഡ് ഉണ്ട്, അത് കണ്ടുപിടിക്കേണ്ടതായിട്ട്. അതെ, എന്ന് വെച്ചാൽ ആരെയും വെറുപ്പിക്കാതെ എല്ലാവരും ഒരേപോലെ കൊണ്ടുപോകുന്നുള്ളത് ഭയങ്കര പാടാണ്. അയ്യോ തീർച്ചയായും ഒരു കയ്യിൽ ഒരു കുമ്പിളിൽ കൊണ്ടുപോകാൻ ഭയങ്കര പാടാണ്. സന്ദേശം ചെയ്യുന്നുണ്ട് തീർച്ചയായും. അതുകൊണ്ട് തന്നെയാണ് ഇത് 1300 എപ്പിസോഡ് കഴിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും. അതും റേറ്റിംഗില് എന്താ പറയാ 1-2 സ്ഥാനങ്ങളിൽ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അതായത് എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ കാസ്റ്റിംഗ് ഭയങ്കര രസമാണ്. ഇന്നത്തെ മെയിൻ ആയിട്ട് ദേവൻ ചേട്ടനുണ്ട്, ചേട്ടനുണ്ട്, കുറെ ന്യൂ കമേഴ്സ് കുറെ ഇപ്പൊ അവര് ന്യൂ കമേഴ്സ് അല്ല, ഇതിൽ വന്നതിന് ശേഷം കുറെ സീരിയലിൽ കയറി ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത്. ശരിക്കും അവരൊക്കെ വന്ന് തുടങ്ങിയത് ഇവിടെയാണ്. പിന്നെ വേറെ സീരിയൽസ് ഒക്കെ കിട്ടി, ഇപ്പം നല്ല ക്യാരക്ടേഴ്സും വേറെ സീരിയൽസ് ഒക്കെ കിട്ടി നല്ല ഇതായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം റോമല് ഇതിൽ വന്നതിന് ശേഷം ഇപ്പം ടീച്ചറമ്മ നല്ല മനോഹരമായിട്ട് ചെയ്തു, അതിനകത്ത് വന്നു നല്ല ക്യാരക്ടറാണ്. അങ്ങനെ ഓരോരുത്തരെ എടുത്തു പറയാം. പിന്നെ ചേട്ടന്റെ കാര്യം പറഞ്ഞാൽ ചേട്ടൻ ഓരോ സീരിയൽ ചെയ്ത് ചേട്ടന്റെ മികവ് തെളിയിച്ചുകൊണ്ടിരിക്കുക. അതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഒരു കാര്യം ചോദിക്കട്ടെ, ചേട്ടൻ ഒരു വണ്ടി എടുത്ത് ഭയങ്കരമായിട്ട് വൈറലായി, ഒരു താർ എടുത്തത്. എന്റെ സ്വന്തം താർ അത് റയറാണ്, ആ കളർ റയറാണ്. താർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു ഡ്രീം കാർ ആയിരുന്നു. ലൈക്ക് എല്ലാവരുടെയും ഒരു പാഷനാണ്, നമ്മളൊരു ഇഷ്ടപ്പെട്ട ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ. എനിക്ക് താർ ഇഷ്ടമല്ലേ. അപ്പം ആ താറ് എടുക്കണം എന്നുള്ളത് എനിക്ക് ആ ഒരു അവസരം വന്നപ്പോൾ പെട്ടെന്ന് എടുത്തു. അത് ഞാനെന്താ ബ്ലാക്കും എടുക്കായിരുന്നു വെച്ച് കഴിഞ്ഞാൽ കാണുന്ന റോട്ടിൽ മുഴുവൻ ഞാൻ ഈ ബ്ലാക്കാണ്, ഒരു വെറൈറ്റി ആയിക്കോട്ടെ. ഹലോ, നമ്മളൊക്കെ മനസ്സ് വെള്ളയാണ്, അപ്പൊ നമ്മുടെ മനസ്സ് പോലെ ആയിരിക്കണം അല്ലേ. അപ്പൊ പിന്നെ വെള്ള കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മനസ്സാണ്, നമ്മളെ മനസ്സ് എന്റെ മുത്താണ്, എന്റെ ബഡിയാണ്. പീസ്, നമുക്ക് എപ്പോഴും സമാധാനം, അതാണ് സമാധാനം. വെള്ള എന്ന് പറയുന്നത് പീസിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം. ചേട്ടാ അതുപോലെ ഇപ്പം ചേട്ടൻ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കുറെ ഈ ഫേസ്ബുക്കിൽ തന്നെ ചേട്ടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അമ്മയായിട്ടുള്ള കുറെ ഫോട്ടോസ്. അത് വിളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്മയ വന്നതിന് ശേഷം ചേട്ടന് ഒത്തിരി മാറ്റങ്ങൾ. എനിക്ക് ഞാൻ തോന്നുന്നു ചേട്ടന്റെ സ്റ്റോറീസ് ഞാൻ കാണുമ്പോൾ തന്നെ യു സോ ഹാപ്പി, വളരെ 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 ഹാപ്പി ആയിട്ടാണ്. അല്ലെങ്കിൽ തന്നെ ഈ എന്തെങ്കിലും ജീവിതത്തിൽ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡൗൺ ആയിട്ടിരുന്നതുകൊണ്ട് കൊണ്ട് വേറെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോകുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ. വേറെ ഈ ലോകം അതേപോലെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഈ ലൈഫ് മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മള് ഡൗൺ ആയി നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് വേറെ ആർക്കും. ഈ കാണുന്നവരുടെ ഒക്കെ വിചാരം, ഞാൻ ഒരു ഇന്റർവ്യൂല് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ നമ്മള് ഇപ്പോൾ ഡിവോഴ്സ് ആയി എന്ന് വെച്ചിട്ട് വെറുതെ മുജിത്തെറ്റി വീട്ടിലല്ലോ അല്ലേ. ഇപ്പം കാണുന്നവരുടെ ഒക്കെ ഇപ്പം ഞാൻ പറയാം, ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് സുധിച്ചേട്ടന് റോനു ഈ വീഡിയോ ചെയ്യുന്നു, അത് ചിരിച്ചു കളിച്ച് എന്താണ് അവർക്കൊന്നും ചിരിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ ഭർത്താവ് മരിച്ച ഒരാൾക്ക് ചിരിക്കാൻ പാടില്ലേ? അല്ലെങ്കിൽ ഡിവോഴ്സ് ആയ ഒരാൾക്ക് ചിരിക്കാൻ പാടില്ലേ? ഇവരിങ്ങനെ വിഷമിച്ച് നടക്കണം എന്നാണോ? അതാണ് അത് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ വിഷമിച്ചിട്ടുള്ള പോസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കണ്ട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ സന്തോഷത്തോടെയുള്ള അല്ലെങ്കിൽ നമ്മൾ ഒരു എൻജോയ് ചെയ്യുന്ന ഒരു വീഡിയോ ഇട്ട് ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കമന്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പാടുണ്ടോ? അവനവിടെ പോയോണ്ട് സന്തോഷിക്കുന്നു. അല്ല ചേട്ടാ, അല്ല ചേട്ടാ ഇപ്പൊ ഇച്ചിരി കഞ്ചാവ് അടിച്ച് കടൽ തീരത്തിന് അടുത്തൂടെ ഭയങ്കര താടിയൊക്കെ വളർത്തി ഭയങ്കര ഭ്രാന്തനെ പോലെ നടന്ന അവർ ഹാപ്പിയാണ്. അപ്പോഴും കമന്റ് വരും, ഇവന് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ, വേറെ പെണ്ണ് നോക്കിക്കൂടെ? അതെ അതെ, ഇതുകൊണ്ടാണ് അവർ വിട്ടിട്ട് പോയത് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇപ്പൊ അവളെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം ഡിവോഴ്സ് ഒക്കെ കഴിഞ്ഞ് 2 വർഷത്തിന് ശേഷമാണ് ഞാൻ അവളെ പരിചയപ്പെടുന്നത്. എന്നിട്ടും അവള് കേൾക്കുന്നുണ്ട്, പിന്നെ ഇവള് കാരണമാണ് അവിടെ ഇട്ടിട്ട് പോയത് എന്ന്. അതിനുശേഷം എത്രയോ കഴിഞ്ഞിട്ടാ എനിക്കറിയാം. അറിയാം. അപ്പൊ ഇത് കേൾക്കുമ്പോഴൊക്കെ ഉള്ള ഒരു ഞാൻ എന്താണ് ഇവർക്കൊന്നും ഒരു സുഖം, ഒരു മനസ്സുഖം, അത്രേ ഉള്ളൂ. മനസ്സുഖം തീർച്ചയായിട്ടും ഏത് കാര്യത്തിനായാലും. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നോക്കി കഴിഞ്ഞാൽ ഞാന് നമ്മുടെ ഈ ഒരാളുണ്ടായിരുന്നല്ലോ മറ്റേ ഈ ഡാൻസ് ഒക്കെ കളിച്ചിട്ട് ഇപ്പൊ മരിച്ചുപോയ ജുനൈദോ എന്ന് പറഞ്ഞിട്ട് ഒരു അപകടത്തിൽ മരിച്ചുപോയ, ഇച്ചിരി ഫണ്ണി ആയിട്ടാണ് പുള്ളി ചെയ്യുക. ഈ അംഗം കാണിച്ചിട്ടൊക്കെ ഡാൻസ് ഞാനത് കാണാറുണ്ട്, ഞാൻ ഇത് ചിരിക്കാറുണ്ട്, ചിരിക്കാറുണ്ട്, മനസ്സിൽ കളിയാക്കാറുണ്ട്. ഓപ്പൺ ആയിട്ട് പറയാം, മനസ്സ് കളി ഞാൻ ഇവനൊന്നും. പക്ഷെ ഞാനത് പോയിട്ട് കമന്റ് ആയിട്ടില്ല, നമ്മുടെ മനസ്സിൽ വെച്ചേക്കോ. കാണുക ഇപ്പം ആറാട്ടണ്ണൻ, മറ്റേ ഇവൻ പെരേര എന്നൊക്കെ പറഞ്ഞു, ഇവരെയൊക്കെ കാണുന്നുണ്ട് നമ്മൾ, ഇവരുടെ മണ്ടത്തരങ്ങൾ ആസ്വദിക്കുന്നുണ്ട് എന്നല്ലാതെ അവരെടുക്കെ പോയിട്ട് നീ എന്ത് ഉണ്ടാക്കാണടാ, അല്ലെങ്കിൽ മറ്റേ തെറിവാക്ക്, എന്തിനാണ് അങ്ങനെ കമന്റ് കൊണ്ടുപോയിരുന്നത്? ഇത് അവർ വായിക്കില്ലേ? തീർച്ചയായിട്ടും ഇവരുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ നമ്മൾ ആ കമന്റ് വായിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ഫീൽ എന്തായിരിക്കും
എന്ന് ചിന്തിച്ചാൽ തന്നെ കമന്റ് ഇടൽ നിർത്തും. എല്ലാരും ചിന്തിക്കത്തില്ല കേട്ടോ, അത് ചിന്തിക്കില്ല. അത് വേദനിപ്പിക്കുക എന്ന് പറയുന്നത് മലയാളികളുടെ ഒരു ഹോബിയായി മാറിയിരിക്കുകയാണ്. അതെന്ന് വെച്ചാല് ആ ചൊറിയുണ്ടല്ലോ ഇതിലെ കേട്ട് ഇതിലേക്ക് പെടണം. അമ്മയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് ഇത് പുതിയതാണ്. അവളിങ്ങനെ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ആക്രമണങ്ങൾ നേരിട്ടിട്ടുള്ള പരിചയമില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ഇത് കേട്ടിട്ട് അത് കേൾക്കാൻ വിടാൻ പറ്റില്ല. പോയിട്ട് എന്തൊക്കെ കമന്റ് ഉണ്ട് നിങ്ങൾക്ക്, ഞാൻ എന്തിന് അങ്ങനെ ഒത്തിരി പേര് ഇടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് വേണ്ടത് നമ്മളെ റിപ്ലൈ ആണ് വേണ്ടത്. അവർക്ക് അതാണ് വേണ്ടത്. കൊടുക്കരുത്. അവർ എന്ത് എക്സ്പെക്ട് ചെയ്യുന്നോ അത് നമ്മൾ കൊടുക്കാതിരിക്കുക. കേട്ടിട്ട് പോ, അത്രേ ഉള്ളൂ. കേട്ടിട്ട് പോയിക്കോളൂ. പുല്ല് എന്ത് പുല്ലെങ്കിലും പറഞ്ഞു നമ്മളെ ലൈഫ് മസ്റ്റ് ഗോ ഓൺ. ഇവരല്ലല്ലോ നമുക്ക് ചെലവിന്. അത്രേ ഉള്ളൂ. അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞതിനകത്ത് കറക്റ്റ് പോയിന്റ് ആണ്. നമ്മൾ അവർക്ക് റിപ്ലൈ കൊടുക്കാൻ നിൽക്കുമ്പോൾ അവർ വീണ്ടും ചെയ്യും, വീണ്ടും നമ്മൾ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കും. അതിലിപ്പോ നമ്മള് ചാവിയിട്ട് മൂടിയിട്ട് പോവാ, അത്രേ ഉള്ളൂ. അതുപോലെ ചേട്ടൻ കഞ്ചാവ് യൂസ് ചെയ്യുന്ന ഇങ്ങനെ ചേട്ടൻ ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് 3 വർഷം മുന്നേ അത് നിർത്താൻ കാരണവും അമ്മയെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചേട്ടൻ തന്നെയാണ് റിവീൽ ചെയ്തിരിക്കുന്നത്. ചേട്ടൻ വേറൊന്നുണ്ട് കേട്ടോ. അന്ന് അത് റിവീൽ ചെയ്തപ്പം എൻ്റെ അടുത്ത് പലരും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ പറയാൻ പാടുണ്ടോ, നിങ്ങളെ വന്ന് പോലീസ് പിടിക്കും, ഇവനെ വന്ന് പോലീസ് പിടിക്കും. അതെങ്ങനെയാണ് ഒരാൾ ഉപയോഗിച്ച് നിർത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വന്ന് പിടിക്കുമോ? ഉപയോഗിച്ചോണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാലല്ലേ വന്ന് പോലീസ് അല്ലേ? അതാണ് മണ്ടത്തരം. എല്ലാവരും ചിന്താഗതി എല്ലാവർക്കും ഉള്ളത് എന്താ പറയാ, ആദ്യം നെഗറ്റീവ് തോട്ട്സ് ആണ്. ഇതിനെപ്പറ്റി പോസിറ്റീവായിട്ട് ചിന്തിച്ചൂടെ എന്നാണ് ഞാൻ. ഒരാൾ അത് ഉപയോഗിക്കുന്ന ഒരാൾ അത് നിർത്തിയിട്ട് അയാൾ നല്ല രീതിയിൽ പോകുന്നു, ഗുഡ് എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? നിന്നെ പോലീസ് പിടിക്കും, ഇവനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ സോഴ്സ് കിട്ടും, ഉണ്ട എന്ന് വെച്ചാൽ ഞാൻ എന്താ ഇവരൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ആക്ച്വലി ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ വാങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെയൊക്കെ വൈബ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു മൊബൈൽ. ഞാൻ ആദ്യം ചെയ്ത് ഈ നമ്പറുകൾ മുഴുവൻ ഡിലീറ്റ് ചെയ്തു. എന്ന് വെച്ചാൽ എനിക്ക് ഒരിക്കലും തോന്നിയിട്ട് ഒരാളെടുക്കുന്ന വാങ്ങാൻ വേണ്ടി ആ നമ്പറിൽ വിളിക്കാൻ പോലും പാടില്ല എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ആ സാധനങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്തത്. ഇപ്പോൾ എന്നെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും എനിക്ക് അറിയാവുന്നത് ഇവരുടെ നമ്പറുകൾ മാത്രം. ഇവരെവിടെയായിരിക്കും എന്നൊന്നും എനിക്കറിയാൻ പറ്റില്ല. ഒരു പൊതി വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി മേടിക്കുന്നു, അല്ലേ? മേടിക്കുന്നു, കഴിഞ്ഞു. ഒരു വിളിച്ചാൽ പോലും കിട്ടില്ല. ചിലപ്പോൾ വാട്സപ്പിൽ കോൾ ചെയ്താലേ കിട്ടും. അങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇപ്പം പക്ഷെ എല്ലാം മാറി. ഞാൻ നിർത്തിയിട്ട് കറക്റ്റായിട്ട് പറഞ്ഞാൽ കഴിഞ്ഞ ജൂലൈ 10-ാം തീയതിയാണ് ഞാൻ നിർത്തിയത്. കഴിഞ്ഞ വർഷം ജൂലൈ 10-ാം തീയതി ഞാൻ നിർത്തിയാണ്. അതിനുശേഷം ഞാൻ ഈ സാധനങ്ങൾ യൂസ് ചെയ്തത്. ഞാനൊരു 3 വർഷത്തോളം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്നെ തന്നെ എൻ്റെ ലൈഫിനെ മാറ്റി മറച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലാവരും പറയും ക്രിയേറ്റിവിറ്റി കൂടുമെന്ന്. ആദ്യമായിട്ട് വലിക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നമുക്കൊരു ഫീലൊക്കെ ഉണ്ടാവും. ഏത് രാത്രിക്ക് സിനിമ കാണാം. ഇതിനെ കൊണ്ട് ഉപദ്രവമൊന്നുമില്ല കേട്ടോ. ഇതിനെ കൊണ്ട് ഞാൻ വയലന്റ് ആയി പോവോ അങ്ങനത്തെ ഉപദ്രവങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പം റിയാക്ഷൻ എന്താണ്? ഒന്നുമില്ല, മന്ദിപ്പായിട്ട് അവിടെ ഇരിക്കും. അല്ലാണ്ട് ഒരു സിനിമ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് തീരുന്നവരെ അവിടെ ഇരുന്ന് കണ്ടോളൂ. അല്ലാണ്ട് ഇതിനെ കൊണ്ട് വേറെ വലിയ എനർജി കിട്ടണമെങ്കിൽ മറ്റേ സാധനം വേണം, MDMA. അതാണെങ്കിൽ 2 ലൈൻ ഇട്ട് കഴിഞ്ഞാൽ എനർജി വരും. ആ എനർജിയിൽ ഞാനൊരു 3-4 പ്രാവശ്യം ഞാൻ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് യൂസ് ചെയ്ത് നമുക്ക് മനസ്സിലായ ഒരു കാര്യം, നമ്മളെ ഉറക്കം നഷ്ടപ്പെടുന്നു. നമ്മളല്ലാതെ മാറുവാണ്. ഉറക്കം നഷ്ടപ്പെട്ട് പിറ്റേ ദിവസം കഴിഞ്ഞു 4 ദിവസത്തെ വയലന്റ് പേഴ്സൺ ആവും. അതിലാണ് വയലന്റ് പേഴ്സൺ ആവുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. അവൻ ഇതേപോലെ വലിച്ച് അവൻ ഇപ്പൊ എല്ലാരും സംശയിച്ച് എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ഭക്ഷണം കൊടുത്താൽ പോലും അവൻ കഴിക്കില്ല. എന്നെ കൊല്ലാനല്ലേ നിങ്ങൾ, അങ്ങനെയുള്ള രീതിയിലേക്ക് കടന്നു പോകുന്ന ഘട്ടത്തിലേക്ക് തോന്നിയ സമയത്താണ് ഞാൻ ഇത് നിർത്തിയത്. എന്നുവെച്ചാൽ എനിക്ക് സാധാരണ കൃത്യനിഷ്ഠയുള്ള ഒരാളാണ്. എനിക്ക് പറഞ്ഞ സമയത്ത് പറഞ്ഞ സ്ഥലത്ത് എത്തുന്ന ഒരാളാണ് ഞാനിപ്പോൾ കൊല്ലത്തെ ഷൂട്ട് ഉണ്ടെങ്കിൽ രാവിലെ 9 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് ഞാൻ വിചാരിക്കും. വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ രാവിലെ ഇറങ്ങി റെഡി ആയിട്ട് ഞാൻ ഓക്കെ പാക്ക് ചെയ്യാൻ നിൽക്കും. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണോ? പാക്ക് ചെയ്ത് 9 മണിയായി 10 മണിയായി. അപ്പോൾ വിചാരിക്കും ഒരെണ്ണം പൊട്ടിക്കാം. ഞാൻ പോയിട്ട് ഒരെണ്ണം വലിച്ചു കഴിഞ്ഞിട്ട് പിന്നെ വന്നു കഴിഞ്ഞാൽ കുറച്ചു നേരം സിനിമ, പിന്നെ അവിടെ ഇരുന്ന് ഈ 9 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ച ഞാൻ ഇറങ്ങുന്നത് രാത്രി 9 മണിക്ക്. അത്രയും ലാഗ് വരുന്നു. നമ്മളെ ജീവിത ശൈലി തന്നെ മാറിക്കൊണ്ടിരിക്കുവാണ്. ആദ്യമൊക്കെ ഉണ്ടാവുന്ന ആ ഒരു സുഖമൊക്കെ പിന്നെ നമുക്ക് ഉണ്ടാവില്ല. സാധാരണ സിഗരറ്റ് വലിക്കുന്നതിന്റെ ആ ഒരു എഫക്ട് മാത്രമേ ഉണ്ടാവൂ. ഫസ്റ്റ് നമ്മൾ സിഗരറ്റ് വലിക്കൂലേ, ഫസ്റ്റ് സിഗരറ്റ് വലിക്കുമ്പോൾ ഒരു ചുമയും ഒരു കുഞ്ഞൊരു കിക്കും ഒക്കെ കിട്ടുമല്ലോ. പിന്നെ അത്
എന്താണ് യൂസ്ഡ് ആവും. ആ കിക്ക് ഒരിക്കലും കിട്ടില്ല പിന്നീട്. എല്ലാ സാധനവും ആദ്യം ഉപയോഗിക്കുന്ന ആ ഒരു കിക്ക് പിന്നീട് നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടില്ല. പിന്നെ അത് നമ്മുടെ ലൈഫിന്റെ ഭാഗമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ലൈഫിന്റെ ഭാഗമായി മാറുന്നത് ഇത് ഡേഞ്ചർ ആണെന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരു നിമിഷം വരും. ആ നിമിഷത്തിൽ അങ്ങ് നിർത്തിയേക്കുക. ഇതിന് ഒരു ഡി അഡിക്ഷൻ സെന്ററിലോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സിന്റെ കട്ടി മാത്രം മതി. ഇപ്പം തന്നെ ഷൈൻ ടോമിന്റെ കേസ് കണ്ടില്ലേ, അവരെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വിട്ടു. എന്തിന്? ഡി അഡിക്ഷൻ സെന്ററിലേക്ക് വിട്ടാൽ തന്നെ അവരെ മനസ്സ് പറയണം. അവർ ഡി അഡിക്ഷൻ സെന്ററിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് പിന്നെയും തുടങ്ങി എത്ര പറയുന്നത് എങ്ങനെങ്കിലും മാറ്റി തരണമെന്ന് അങ്ങനെ ആഗ്രഹം അല്ല, അവർ വിചാരിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായും അത് ഹെൽപ്ഫുൾ ആണ്. നമുക്ക് ഇപ്പൊ ഈ സിഗരറ്റ് വലി നിർത്താൻ വേണ്ടി നിക്കോടെക്സ് ചവക്കുന്നില്ലേ, ഞാൻ അങ്ങനെ ചവച്ചിട്ട് സിഗരറ്റ് വലി നിർത്തിയ ആളാണ്. മുമ്പ് സിഗരറ്റ് വലിക്കുന്നത് അങ്ങനെ നിർത്തിയ ആളാണ്. അപ്പം അതുപോലെ നമുക്കൊരു സപ്പോർട്ടിന് വേണ്ടി ഈ ഡി അഡിക്ഷൻ സെന്ററിൽ പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ പോയത് കൊണ്ട് മാറും എന്നല്ല, അതിന് നമ്മളെ മനസ്സ് തന്നെ നമ്മൾ തന്നെ വിചാരിക്കണം. അല്ലാണ്ട് ഇത് നമ്മളെ ലൈഫ്. ഇപ്പൊ ഞാൻ പറയാം, ഷൈൻ ടോം ചാക്കോ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. ഈ പറയുന്ന ആക്റ്റീവും ഇതൊക്കെ ഇതിന്റെ പുറത്താണെങ്കിൽ തന്നെ അത് എത്ര നാളത്തേക്ക്? അതിനൊരു ലിമിറ്റ് ഉണ്ട്. ഇതില്ലാത്ത സമയത്ത് നമ്മൾ നിർഗുണനായി പോവും. ഈ സാധനം ഇല്ലാത്ത സമയത്ത് നമ്മൾ നിർഗുണനായി പോകും. നമ്മൾ ഇരിക്കുവാണ്, നമ്മൾ ലേസി, നമ്മൾ എല്ലാത്തിൽ നിന്നും ഇതായിട്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ തൂങ്ങിപ്പിടിച്ച് അങ്ങനെ ഇരുന്നിട്ടുണ്ട്. ഞാൻ എത്ര നാളെ ഇരുന്നിട്ടുണ്ടെന്ന് അറിയോ? വീട്ടില് എത്ര വർഷം ഇത് യൂസ് ചെയ്തു? ഞാൻ അറൗണ്ട് 2-3 years. എന്നോട് ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മാറാൻ പറ്റില്ല, നിങ്ങൾക്ക് അതെനിക്കൊരു ചലഞ്ചായിരുന്നു. നിങ്ങളൊരു തേർഡ് സ്റ്റേജിലാണുള്ളതെന്ന് പറഞ്ഞു. തേർഡ് സ്റ്റേജിലാണ് ദിവസം വലിക്ക്. ഞാൻ പറഞ്ഞു നോക്കാം. പക്ഷെ അന്ന് നിർത്തിയാണ്, പറഞ്ഞന്ന് നിർത്തിയാണ്. 10-ാം തീയതി പറയുന്ന ദിവസം ഞാൻ എഴുതി വെച്ചതാണ്. ഇനി ഞാനത് ഇത് നിർത്തി കഴിയുമ്പോഴേ ചിലർ പറയാറുണ്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആവും. ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ എനിക്ക്. പിന്നെ ഇത് നമ്മളെ കയ്യിലുണ്ടെങ്കിലേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ. എനിക്കത് വലിയൊരു അഡിക്ഷൻ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഡിലീറ്റ് ചെയ്ത് ഒന്നുമില്ല. ആരോടൊക്കെ ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പാർട്ടി ഉണ്ടായിരുന്നു, നമ്മളെ ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടി ഒരു പാർട്ടി ഉണ്ടായിരുന്നു. അവിടെ വലിയും കുടിയും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് ഒരു പാർട്ടിയാണ്. ഞാൻ ആ പാർട്ടിയിൽ പങ്കെടുത്തു. പക്ഷെ അന്നത്തെ ദിവസം ഞാൻ ഒരു മദ്യപിക്കുകയോ വലിക്കുകയോ ഒന്നും ചെയ്യാതെ ഞാൻ അവരുടെ മധ്യത്തിലിരുന്നു. അവരെ നടുക്ക് ഞാൻ ഇരുന്നിട്ട് ഞാൻ ഇവരുടെ കൂടെ ഞാൻ എൻജോയ് ചെയ്തു. കൺട്രോൾ ചെയ്യാൻ പറ്റുമോ നോക്കാം. പക്ഷെ എനിക്കെന്ത് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതൊന്നും എനിക്ക് തീരുമാനം ഉണ്ടായി. ഞാൻ ഇനി ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ലഹരി നമുക്ക് വേറെ ഉണ്ടോ? തീർച്ചയായിട്ടും പല തരങ്ങളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഇപ്പൊ ഞാനത് തെറ്റായിട്ട് എടുക്കണ്ട. അമ്മയെ അങ്ങനെ ഒരു ലഹരിയായി മാറിയോ? കാര്യം വെച്ചാൽ സ്നേഹത്തിന്റെ അല്ല, പുള്ളിക്കാരി വന്നപ്പോ ഒത്തിരി ചേഞ്ചസ് എന്ന് പറഞ്ഞാല് അവരുടെ കാഴ്ചപ്പാട് വേറെയാണ്. എല്ലാം പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ആളാണ്. ഞാനെപ്പോഴും എനിക്ക് ശരി എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഓക്കെ അതല്ല ശരി, ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും ശരി, അതല്ല ശരി എന്ന് പറഞ്ഞിട്ട് ഇതിങ്ങനെ പോകുന്നതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞു തരുന്ന ഒരാൾ നമുക്കുണ്ടാവുന്നത് എപ്പോഴും നല്ലതാണ്. അല്ലാതെ നമ്മൾ അതാണ് ശരി എന്നാ പിന്നെ ഞാനും കൂടിയേക്കാം എന്ന് പറയുന്ന ആളല്ല നമുക്ക്. നമ്മളെ കൂടെ എപ്പോഴും നമ്മുടെ ശരി തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളായിരിക്കും വേണ്ടത്. അത് നമ്മുടെ ഉയർച്ചയിലായാലും നമ്മുടെ പതനത്തിലായാലും നമുക്ക് വിഷമം വരുമ്പോഴും നമ്മൾ സന്തോഷിക്കുമ്പോഴും എപ്പോഴും കൂടെ നിൽക്കുന്ന ആളായിരിക്കണം നമ്മുടെ ഒരു പാർട്ട്ണർ. ഞാൻ ആ ഒരു ക്വാളിറ്റി ഞാൻ അവളിൽ കണ്ടിട്ടുണ്ട്. അതൊരു ലഹരിയ എന്ന് പറയാൻ പറ്റും. അടികൂടും, നമ്മൾ വഴക്ക് കൂടുന്ന സ്വാഭാവികം. അത് പക്ഷേ എന്താ പറയാ, ഞാൻ ഒരു വഴക്കൂടി അവളെ വളർന്നു പോകുന്നു വിചാരിച്ചു. പക്ഷെ ഞാൻ കുറച്ച് ഈഗോയിസ്റ്റാണ്. ഞാൻ ബേസിക്കലി ഇച്ചിരി ഈഗോയിസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ്. ചിലപ്പോഴൊക്കെ ഞാൻ ഇച്ചിരി കടുംപിടുത്തം. അല്ല, അതൊക്കെ നമ്മളെ സ്വാഭാവികമായി നമ്മൾ വഴക്ക് കൂടുന്ന സമയത്തൊക്കെ ഉണ്ടാവുന്ന നീയല്ലേ അങ്ങനെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വിട്ടുകൊടുക്കില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ വിട്ടുകൊടുക്കാനുള്ള മനസ്സ് രണ്ടാൾക്കും ഉണ്ടാവണം. ഇത് അവക്കാണ് കുറച്ച് കൂടുതലുള്ളത്. അപ്പം അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കും. അല്ലാതെ ഇത് ഇങ്ങനെയുള്ള ഈഗോയിസ്റ്റും ഇതൊക്കെ കാരണമായിരിക്കാം നമുക്ക് ജീവിതത്തിൽ പലപ്പോഴും പലതും നഷ്ടപ്പെടും. നമുക്ക് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ചില സമയങ്ങളിൽ നമ്മളൊന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന സമയത്ത് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അത് നമുക്കൊരു തോൽവിയായിട്ട് തോന്നുന്നുണ്ടാണ് വിട്ടുകൊടുക്കാത്ത. അത് തോൽവിയായിട്ട് തോന്നും. ചില സമയത്ത് തോൽവി നമുക്ക് ജയമായിട്ട് മാറാറുണ്ട്. അപ്പോഴാണ് ജയിച്ചിരിക്കുന്നത് നിങ്ങൾ കേട്ടോ. വേടന്റെ കാര്യം തന്നെ അല്ല, തുറന്നു പറയാന്ന് പറഞ്ഞാല് വേറെ സപ്പോർട്ട് ചെയ്ത് പറയല്ല, സപ്പോർട്ട് ചെയ്ത് പറയാനും പാടില്ല. ആക്ച്വലി അങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു ലോ ഉണ്ടെങ്കിൽ, ഇപ്പൊ കുറച്ചും കൂടി നോർത്തിലോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതൊക്കെ അവിടെ ധാരാളമായിട്ട് യൂസ് ചെയ്യും. മേ ബി അവിടെ പോലീസുകാർ പിടിക്കില്ലായിരിക്കും. ഇന്ത്യയിലെ ഒരു നിയമമാണോ കേരളത്തിലെ ഒരു നിയമമാണോ എന്ന് എനിക്കറിയില്ല.
ഇത് യൂസ് ചെയ്തെന്നു അല്ലെങ്കിൽ കഞ്ചാവ് വലിച്ചു അല്ലെങ്കിൽ കഞ്ചാവ് പിടിച്ചു ഒരു ഇത്ര ഗ്രാം വരെ നമ്മൾ കയ്യിൽ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്നോ അങ്ങനെയൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. അല്ലാതെ എനിക്ക് അതിന്റെ കറക്റ്റ് നിയമവശാല സ്റ്റേഷൻ ജാമ്യത്തിൽ ജാമ്യത്തിൽ വിടാവുന്നതൊക്കെ ഉള്ളൂ എന്നൊക്കെ. പക്ഷേ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും നമ്മുടെ നിയമം അനുശാസിക്കുന്നത് എന്താണോ അനുശാസിക്കുന്ന ആ നിയമത്തിൽ അതീതമായിട്ട് പോകാൻ നമ്മൾ എന്ന് പറയുന്ന പൗരന്മാർ നമുക്ക് ധാർമ്മികമായിട്ട് നമ്മളത് ചെയ്യേണ്ടവരാണ് അല്ലേ. അപ്പം വേടനും ആയാലും നമ്മൾ സെലിബ്രിറ്റീസ് ആരായാലും ഇവരൊക്കെ സമൂഹത്തിന് മാതൃകയായിട്ട് കാണിക്കേണ്ട ആൾക്കാരാണ്. അവർ ശരിക്കും അത് യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു. പിന്നെ ഒരു രസം അത് എല്ലാവർക്കും ഉണ്ടാകുന്ന പോലെ ഒരു ഇതിൽ അവർ യൂസ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ഒരിക്കലും ഒരു സന്ദേശമായിട്ട് ബാക്കിയുള്ളവർക്ക് പോകും. തെറ്റാണെന്ന് അവന് സ്വയം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് അവന്റെ വലിയ മനസ്സ്. എല്ലാത്തിലും പ്രതികരിക്കുന്ന എല്ലാത്തിലും എന്താ പറയാ അവന്റെ വാക്കുകളിൽ തന്നെ അവന്റെ വരികളിൽ തന്നെ നമുക്ക് ഉണ്ടാവും അവന്റെ രോഷവും അവൻ പ്രകടിപ്പിക്കുന്ന സമൂഹത്തിന് കൊടുക്കുന്ന ഓരോ എന്താ പറയുക സന്ദേശങ്ങളും എല്ലാം അവന്റെ വരികളിലുണ്ട്. അവന്റെ ദേഷ്യമുണ്ട്, അവന്റെ ഉള്ളിലുള്ള വികാരമുണ്ട്, എല്ലാം കൂടി ചേർന്നിട്ടാണ് വേടന അത്രക്കും പോപ്പുലർ ആവാനും വേടന അത്രക്കും മനസമ്മതി നേടാനും കാരണം അത് തന്നെയാണ്. അപ്പം വേറെ എപ്പോഴും ശ്രദ്ധിക്കേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു ഇതിൽ ഞാൻ പെടാൻ പാടില്ലായിരുന്നു എന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ചേട്ടാ 9 പേര് വന്നതിനകത്ത് വേടം മാത്രമേ ഫേസ് കാണിച്ചിട്ടുള്ളൂ, ബാക്കി 8 പേരെ ഫേസ് കാണിച്ചിട്ടില്ല. അതാ പറയുന്നത് ഇവിടെ സംഭവിക്കുന്നത് ഒരു നീതിയല്ല, എല്ലാവർക്കും പലർക്ക് പല നീതി. പണ്ട് ഒരു കൊക്കൻ കേസ് ഉണ്ടായിരുന്നല്ലോ, എവിടെ പോയി? എവിടെ പോയി? ഇതിനേക്കാളും വലുതല്ലേ അത്? ആദ്യത്തെ കൊക്കൻ കേസിന്റെ എവിടെ പോയി? ഇതൊക്കെ മാനിപ്പുലേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ മായച്ചു കളയാനും പറ്റും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, പലർക്കെതിരെയും ഇത് വന്നു. ഈ പറയുന്ന ഒരാളെയും പിടിച്ചകത്തിരുന്നതോ ഒന്നും കണ്ടില്ലല്ലോ. എന്ന് വെച്ചാൽ പവർ ഉണ്ടെങ്കിൽ നമുക്ക് നിൽക്കാൻ പറ്റും എന്നുള്ളതിന്റെ തെളിവല്ലേ അത്. പോലീസുകാരെ പറയാൻ പറ്റില്ല, പോലീസുകാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഇവർക്ക് മുകളിൽ നിൽക്കാൻ വിളി വരും, ഇവർക്കും ഇവരുടെ ജീവിതം ഇതിൽ നിന്നാണ്. സസ്പെൻഷനും ഇതും അടിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പോയി കിടക്കും. അപ്പൊ അവരും ഒന്ന് കണ്ടടക്കും. ചില ഇതിൽ കണ്ടടക്കേണ്ടി വരും അവർക്ക്, ചില ഇത് ബാക്കിയുള്ളവരുടെ കണ്ണിൽ പൊടി ഇടാൻ വേണ്ടി പിടിക്കേണ്ടിയും വരും. ഒത്തിരി കാണും, ഉണ്ടാവും, പോകേണ്ടി വന്നു. പക്ഷെ അവരെ നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം ചേട്ടാ, ഞാനും കണ്ട ഒരാളാണ് വേടനെ പോലുള്ള ഒരാള്. വേടൻ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ലഹരിയാണ്. അത് മദ്യമോ മയക്കുമരുന്നൊന്നും അല്ല. അവന്റെ പാട്ട്, അവന്റെ മ്യൂസിക്, അവന്റെ വരികൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പക്ഷെ അവൻ വരികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നെഞ്ചത്ത് കുത്തുന്ന തരത്തിലുള്ള വരികളാണ്. ഈ ഇടയ്ക്ക് ഒരു സ്റ്റേജിൽ ഒരു പയ്യനെ കൊണ്ടുവന്നപ്പം അവന്റെ തെറാപ്പി പാട്ടാണ്. ഒരു വീൽ ചെയറിൽ വരുവാണ് അവൻ, ഹാൻഡിക്യാപ്ഡാണ് ആ പയ്യൻ, അവൻ്റെ ജന്മനാ ഉള്ളതാണ്. പക്ഷെ അവൻ സ്റ്റേജിൽ പറഞ്ഞത് പാട്ടാണ് അവൻ്റെ തെറാപ്പി. അവനെ എടുത്ത് നിർത്തിയിട്ടാണ് അവൻ ആ പാട്ട് പാടിയത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും ചെയ്യുന്ന ഒരു ഗായകനെ ഞാൻ കണ്ടിട്ടില്ല. കാര്യം ജനങ്ങൾ സ്നേഹിക്കുന്ന ആരാധിക്കുന്ന ഒരു ഗായകനെ ഞാൻ കണ്ടിട്ടില്ല. ഒരു വലിയൊരു ഗായകൻ പറഞ്ഞു, 45 വർഷമായിട്ട് ഞാൻ സ്റ്റേജിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, എൻ്റെ ലഹരി എന്ന് പറയുന്ന സംഗീതമാണെന്ന്. അപ്പോൾ മറ്റുള്ളവരെല്ലാം ലഹരി കഴിച്ചിട്ടാണോ ഈ സ്റ്റേജിൽ കയറുന്നത്? അല്ല, അത് ചേട്ടൻ എന്തായാലും പറ്റി ഇല്ല. അത് ലഹരി എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ അഭിനയം എൻ്റെ ഒരു ലഹരിയാണ്. എനിക്കിഷ്ടമാണ്. ഒരു ദിവസം 10-25 സീൻ ഉണ്ടെങ്കിൽ 25 സീനും അഭിനയിക്കാനാണ് എനിക്കിഷ്ടം. എനിക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കാനാണ് എൻ്റെ താല്പര്യം. അതിപ്പം ഒരു ലഹരിയായിട്ട് എനിക്ക് കൊണ്ട് നടക്കാം. പക്ഷേ ഒരാൾ ലഹരി ഉപയോഗിക്കുന്നില്ല വെച്ച് മറ്റുള്ളവർ ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരിക്കലും ഇല്ല. ഇപ്പോൾ വേറെ കേസ് പറയുകയാണെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കേസിൽ നിന്നൊക്കെ മുക്തരായി തെറ്റുകൾ തിരുത്തി, തെറ്റുകൾ പറ്റാത്തവരാരുണ്ടോ ചേട്ടാ? ഇപ്പൊ അവനെ കുടുക്കിയത് ലഹരി മരുന്നിലാണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന് കുടുക്കിയെന്നുള്ള അവനെ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് ഇന്ന സ്പോട്ടിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടല്ലേ ചേട്ടാ? അതെ, വിളിച്ചു പറയാൻ എന്തായാലും പോകത്തില്ലല്ലോ. ഇതേപോലെ തന്നെ അവരെ പിടിച്ചിട്ടുണ്ടല്ലോ. ഇത് ഒറ്റ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എനിക്ക് ചേട്ടനും അറിയാവുന്ന കാര്യം ഞാൻ വിളിച്ചു പറഞ്ഞാലേ അറിയുള്ളൂ മറ്റുള്ള. അപ്പൊ അങ്ങനെ ഒറ്റയതായിരിക്കാം. പക്ഷെ അവനെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടപ്പോ അപ്പോഴും തന്നെ വനം വകുപ്പിന് കൊടുത്തു എന്നുള്ളതാണ്. ആ പുലിപ്പല്ല് ആ നെഞ്ചത്ത് കിടന്നുണ്ട്. പക്ഷെ വേറെ ആൾക്കാരയിലുണ്ട്, അത് വീഡിയോ നീതിയല്ല ഇവിടെ നടക്കുന്നത്. അതാ ചോദിച്ചേട്ടാ, നമുക്ക് പല നീതിയായിട്ടാണ് നടക്കുന്നത് കാണുന്നത്. അപ്പോ ഒരു എന്താ പറയാ, ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലുള്ള ആൾക്കാർ എപ്പോഴും ഇതൊക്കെ ബാക്കിയുള്ളവർക്കൊരു പാഠമാണ്. ഇത് കണ്ടു പഠിക്കുക. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പുലി നഖത്തിന്റെ അല്ലെ പല്ലിന്റെ കാര്യം, പുലി നഖം, പുലിപ്പല്ല്, ഇതൊക്കെ പലരുടെയും കഴുത്തിൽ ഞാനും കണ്ടിട്ടുണ്ട്. ഞാൻ ഇത് പറഞ്ഞപ്പോ എനിക്ക് കുറെ ഫ്ലാഷ് കട്ടായിട്ട് കുറെ പേരുടെ കഴുത്തിൽ കണ്ടതായിട്ട് എനിക്ക് അതൊന്നും ഇനി ആരോടും ചിലർക്കൊന്നും ഇതിനെ പറ്റിയുള്ള അവബോധം ഇല്ലാന്ന് പറയാം. ഇത് കഴുത്തിലിടാവോ, ഇത് പിന്നെ എന്താ പറയാ നിയമവിരുദ്ധമാണ് എന്ന് അറിഞ്ഞിട്ടായിരിക്കില്ല ചിലപ്പോ. അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് അറിയാത്തതുണ്ടല്ലോ. ഈ പറയുന്ന ലോ ഒക്കെ എല്ലാവരും അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ് അതിന്റെ ഒരു
എനിക്ക് വേടനെ എനിക്ക് ഇൻവൈറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊരു സാധു ചെറുപ്പക്കാരൻ ഇല്ല എന്ന് തന്നെ പറയാം. അവൻ ആള് സൈലന്റ് ആണ്. സ്റ്റേജിൽ കയറുമ്പോൾ കുറച്ച് വയലന്റ് ആ പാട്ടിലൂടെ, അത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ വേടനെ ഉപദ്രവിക്കാൻ നിൽക്കുന്നവര് നിങ്ങൾ മണ്ടത്തരമാണ് കാണിക്കുന്നത്. അവൻ ഇനിയും കയറി വരും. അവൻ കയറി വരും. അവനൊരു ഇപ്പൊ വീണിരിക്കുന്ന ആ ചാരത്തിൽ നിന്ന് ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ വേടൻ ഉയർത്തെഴുന്നേറ്റ് വരും. ചേട്ടാ അവന്റെ ആൽബം ഒരു സ്നേഹത്തിന്റെ ആൽബമാണ്, ലവേഴ്സിനുള്ള ആൽബം. ആ വരികള് അവൻ അങ്ങനെ വരി എഴുതി ആ റിലീസ് ആയിട്ട് അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് കണ്ടത്. അത് അവന്റെ വിജയം തന്നെയാണ്. അപ്പൊ എന്തായാലും ജിഷ്ണു ചേട്ടാ നമ്മൾ കുറെ കാര്യങ്ങൾ സംസാരിച്ചു. വളരെ വളരെ സന്തോഷം. ലൊക്കേഷൻ ഇതാണ് വന്നത്. പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ്, എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മളെ സ്നേഹിക്കുക, നിങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ കാണുമ്പോൾ നമ്മളെ ശകാരിക്കുക, അതേപോലെ തന്നെ ക്ഷമിക്കുക. കുറേ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ മനുഷ്യന്മാരല്ലേ, പറ്റുന്ന കുറ്റങ്ങളും തെറ്റുകളും ഒക്കെ ക്ഷമിക്കുക. കലാകാരന്മാരാകുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് പൂർണ്ണ സപ്പോർട്ടാണ്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു പിന്തുണയും സപ്പോർട്ടും എപ്പോഴും ഉണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ചേട്ടാ എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം എല്ലാം മുന്നോട്ട് തന്നെ പോട്ടെ. ഇനിയും ഈ പറഞ്ഞ 2000 എപ്പിസോഡ് കന്യാദാനം വരട്ടെ. ഇനി മറ്റു സീരിയലുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുപോലെ താങ്കൾക്കും താങ്കളുടെ ലവബിൾ ആയിട്ടുള്ള താറിനും എല്ലാവിധ ആശംസ. താർ അടിപൊളിയാവട്ടെ, നന്നായിട്ട്. അതിന് എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഗ്രാഫിക്സ് ഒക്കെ വരാണ്ട്, നീ വരുമ്പോൾ വീഡിയോ ഇടുമല്ലേ? അപ്പൊ എല്ലാവരും വാങ്ങണം ചേട്ടാ. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു.